എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നുണ്ടല്ല കുറേ നാളെ വീഡിയോ ശേഷം ഞങ്ങളൊന്നൊരു വീഡിയോ തന്നെ കേട്ടോ. ഇന്ന് രാവിലെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് രാജേഷ് വന്ന് ചേട്ടനെ ഒരു നല്ലൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. അതിന് കൊണ്ടുപോയി കറി വെച്ചോളാൻ പറയണം. രാവിലെ തന്നെ ഓടി മീനെടുത്ത് വന്നിട്ടാ. മീൻ നന്നാക്കാൻ പോണ്. വലിയ പിടിപാടൊന്നുമില്ല. പണ്ട് കാലത്ത് ഞാൻ എന്താ പറയുക കളിച്ച് ചിരിച്ച് കിടന്ന ചെറിയ പ്രായത്തിൽ ഈ മീനൊക്കെ പിടിച്ച് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തൊലിയൊക്കെ സിമ്പിളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തൊലി പൊളിക്കാനായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലെയർ ഉണ്ടാ മീനൊക്കെ കിട്ടിക്കാശി. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണ്ട. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് അറിയാനായിരുന്നു. ഇവിടെ ഞങ്ങൾ ചെറിയ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊലി പൊളിക്കണ്ട. തൊലി പൊളിക്കാൻ പ്ലെയർ പൊടിയത് ഇങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. കൈ കൊണ്ട് വലിച്ച സമയങ്ങളുണ്ട. അതായത് ഉടുപ്പ് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, തൊലി കളയാം. ജീവണ്ടിട്ട് ആണിങ്ങണ്ടിന്റെ വാലൊക്കെ ഇപ്പോഴും അയ്യോ മുറിഞ്ഞു. ഇത്രയും പീസ് മുറിച്ചു വേണ്ട. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊലി കളയാം. ഇങ്ങനെ ബാക്കിയുള്ള തൊലി പെട്ടു. ഇങ്ങനെ പൊളിക്കണമെങ്കിൽ എളുപ്പമല്ല. നോക്കാം. ഇവിടെ ഒരു പീസ് ഉണ്ട്, അത് ഇവിടെ പിടിക്കാം. പ്രശ്നം വെച്ചാലേ ഭയങ്കര വഴുവഴുപ്പാണല്ലോ. അപ്പം നമ്മൾ പണ്ടൊക്കെ ചാരൊക്കെ ഇട്ട് പിടിക്കുമായിരുന്നു. അപ്പം നമുക്ക് ചാരമൊന്നും ഇല്ല. ചാരല്ലാത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യും, പ്ലെയർ. അപ്പൊ എന്റെ പരിപാടി ഏകദേശം ചെത്തല്ലോ. വായ കാണിക്കാൻ പറഞ്ഞപ്പോ തുറന്നു തന്നെ ഇതേ കേട്ടോ. തലത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. വാലിന്റെ അനങ്ങിട്ടിരിക്കുക. കൂടുതലാണ് എന്താണ് വായുബലം. വായുബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വായു കുറെ കിട്ടുന്നാണ് അതിന് പറയണത്. ചെവികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ കാണിക്കും. അപ്പം എടുത്തപ്പോഴാണ് സംഭവം മനസ്സിലായ. ഇതിൻ്റെ ഉള്ളില് കുഞ്ഞു മീനാ. ഇതിനുള്ള നല്ലൊരു കുളത്തുണ്ട്. ദൈവമേ, അതങ്ങനെ തന്നെ പോയെങ്കിലും വയറുള്ളിലേക്ക് അത് പോയില്ല. അപ്പോ നമ്മൾ ഇതിനാട് കട്ട് ചെയ്യട്ടാ. ഒരു പീസാക്കി ഇവിടെ വെച്ചു. രണ്ടാമത്തെ പീസ് മുള്ളുണ്ടാവട്ടെ. മുള്ളുണ്ടാവില്ല ഇതില്. പാന്റ്, ഷർട്ട്, അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചില മീനുകൾക്ക് ഇങ്ങനെ വൈ ഷേപ്പിൽ കുറേ മുള്ളുണ്ടാവില്ല. ഇത് അങ്ങനെയുള്ള മീനല്ല. അങ്ങനെ സങ്കരയിനത്തിൽപ്പെടുന്ന ഒരു മീനല്ല. മീൻ എന്ന് പറഞ്ഞാൽ കേരളത്തില് അറിയപ്പെടുന്ന ഒരു മീനാണ്. പേര് കമന്റ് ചെയ്യുന്നവർക്ക് 10,000 രൂപ. അപ്പൊ യൂട്യൂബർ പേര് ബൂംബാങ് ചെയ്യണൊരു പീസ് പച്ചക്കറി ചെയ്യാം. പീസ് പച്ചക്കറി നോക്കാട്ടോ. വേണ്ട നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. അയ്യേ, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. കഴുകി നല്ല പൂ പോലെ ആയിട്ടുണ്ടാ. അടിപൊളിയായിട്ട് നല്ല കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. നല്ലൊരു എന്താ പറയാ, മാംസമുള്ള മീനാ. തൊലിയൊക്കെ പോയി നന്നായിട്ട് നല്ല വഴുവഴുപ്പൊക്കെ ഉപ്പിട്ട് കളഞ്ഞു. ഇനി കൂട്ടിയാണ് തിരിഞ്ഞാണ് തിന്നാം. വറുത്തിട്ടില്ല. ഓക്കെ. ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. മുകളിൽ കൂടെ തിങ്ങാണ്ട് വെതറാണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി, ഇത് സ്പെഷ്യൽ അങ്ങനെ കൂട്ടൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയയിലുള്ളൊരു സംഭവം. ഇത്തിരി മഞ്ഞപ്പൊടി ഇങ്ങനെ വെതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് ഉപ്പ് തിങ്ങനാണ്ട് വെതറാണ്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ല കുരുമുളക് പൊടി ഇതിനായിട്ട് വെതറ. അതേ തിങ്ങനാണ്ട് വെതറിയിട്ടുണ്ടല്ലോ. അതിങ്ങനെ തിന്നാൻ പറ്റുന്ന നമ്മുടെ മില്ലാട്ടിയത് പച്ച വെളിച്ചെണ്ണ, നമ്മുടെ പറമ്പിൽ തേങ്ങ, നമ്മുടെ
മില്ലിലാട്ടി വെളിച്ചെണ്ണ അതാണ്ട് ഒഴിക്കുക. എൻ്റെ മോനെ ഒരു ടെക്സ്റ്റർ ചെയ്ത് ഇത് ഭംഗിയല്ലേ ഇഞ്ഞാട് കൂട്ടി അങ്ങോട്ട് തീരും. എൻ്റെ മോനെ പൊള്ളി സാധനം ഞാൻ കൂട്ടി എല്ലായിടത്തേക്ക് അതുകൊണ്ട് ആക്കിയാട് ഞങ്ങൾ വാരി തിന്ന അല്ല വറുത്തിട്ട് തിന്ന. എനിക്ക് ഇപ്പോഴും അങ്ങനെയുണ്ടോ വാല്? ഇപ്പോഴും അങ്ങോട്ട് വാലേ ഇല്ല കേട്ടാ ചത്തു. അതിന് മുടിയൊക്കെ ഇറക്കല്ലേ വീഡിയോയിൽ കാണുമ്പോൾ ഗ്ലാമർ കുറഞ്ഞു വരും. അയ്യോ ഓക്കെ മീനിൻ്റെ ഒരു ഇരിപ്പോയി എനിക്ക് എടാ നല്ല അടിപൊളിയായിട്ടൊരു മസാലയൊക്കെ എടുത്ത് തേച്ച് നീ ഇതിലേക്ക് എന്നിട്ട് ചേർക്കണം അറിയാം. ഇത്തിരി ചിക്കൻ മസാല ചേർക്കാം. അല്ല വേണ്ട അല്ലേ അല്ല ഇത്തിരി മസാല ചേർക്കാം. പോയോ അപ്പം ടേസ്റ്റാണ് കൂടും. അത് മതി. മീനിന്റെ ടേസ്റ്റ് ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും മാത്രം മതി. കുരുമുളകുണ്ട്. ഹലോ മീനെന്തായി? മീൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കലായിരുന്നേ. സെറ്റ് ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാം. ഈ മീനിന്റെ പേരറിയോ? പേരറിയില്ല. മലിനീൻ. മലിനീൻ. ഏലോടാ ഇത് ഇഷ്ടമല്ല ഇതിനെ? ഇഷ്ടല്ലേ? തിന്നിട്ടില്ല. തിന്നുണ്ട് ഓർമ്മയില്ല. ഓക്കെ നമുക്ക് പുറത്താലോ. ഓക്കെ നല്ല നോക്കി മീൻ നോക്കി നല്ല കീട്ടിലൊരു മസാല പിടിച്ച് നിക്കട്ടാ. ഇതൊരു പീസ് എടുത്ത് പുറത്താലോ. ഒന്നല്ല 3-4 പീസ് പുറക്കാം. ഓക്കെ കമോൺ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനെ വേപ്പിലൊക്കെ നല്ല ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഇരിക്കാനിടാം. കമോൺ. നല്ല മീൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ടാണ് ഏരിക്കിടാം. ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാണ്ട് പൊന്നെ നോക്കി ഇതിങ്ങനെ വെക്ക ഇങ്ങനെ വെക്ക ഇങ്ങനെ വെക്ക. അയ്യോ പൊളി. ടെക്സ്റ്റ് നോക്കി വേണ്ടല്ലോ. മണം കണ്ടിട്ടുണ്ട്. അടിപൊളിയാ. അടിപൊളി. ജയ ജയ ചോറ് എനിക്കല്ലേ നല്ല നല്ല അയിലക്കറി മാങ്ങിട്ട് വെച്ച് കറി. ഓ അതിങ്ങനെ ചോറിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കണത്. എന്റെ മോനെ മാങ്ങിട്ട് നല്ല മാങ്ങിയെടുത്ത് അങ്ങോട്ട്. ഓ അത് കഴിഞ്ഞ് നമ്മുടെ മലിഞ്ഞീൻ എടുത്തിട്ട് അങ്ങോട്ട് വറുത്ത നല്ല ഫ്രൈ ആയിട്ട് സാധനം എടുത്തത്. എന്റെ മോനെ ചോറ് ചെളിക്ക് ഇങ്ങനെ ഇടാം. എന്താ ഭംഗിയില്ലൊരു ഓരോട്ടെ. എന്റെ മോനെ എന്നിട്ട് പെട്ടി പിടിച്ചാലോ? അതിന് പെട്ടി പിടിച്ചാലോ? ചൂടില്ല. എങ്ങനുണ്ട്? ഇഷ്ടായ അനുവദിച്ച്? അത് പറ്റില്ല. അത് പറ്റില്ല. എടുത്തിട്ട് അടിപൊളിയാണ് ചോറിനെ മീത് പൊളി. അപ്പം അടുത്ത വീട്ടിൽ പിന്നെ കേട്ടാ. ബൈ ബൈ. അത് നിന്ന് തീർക്കട്ടെ. അല്ലെ തിന്നും ചോറ്.